വൈകുന്നേരവും അവരെന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചും അങ്ങനെ ജീവിക്കുകയാണ്. ദൈവം അവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു, ദൈവം അവരെ നയിച്ചുകൊണ്ടിരുന്നു. ഇതാ അങ്ങനെ സായാഹ്നമായപ്പോൾ അവർ ഒന്നിച്ചിരുന്ന് അന്ന് പകല് മുഴുവൻ കിട്ടിയ നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സത്യത്തിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ എന്തൊരു തണുപ്പായിരുന്നു. പക്ഷേ തണുപ്പെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഇതാ സൂര്യൻ ഉദിച്ചു. സൂര്യനെ നൽകിയ ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞു. ഇതാ വയറ്റിൽ എന്തോ ഒരു കാളിച്ച പോലെ തോന്നി. അപ്പോഴാണ് ഭക്ഷണം, ഇതാ നല്ല നല്ല പഴങ്ങൾ, അത് തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ അവർ സ്നേഹത്തിൽ അങ്ങനെ ജീവിച്ച് സായാഹ്നമായപ്പോൾ അവർ ഒന്നിച്ചിരുന്ന് തങ്ങളുടെ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവാനുഭവം ഉണ്ടായി. ചില ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതാ ഏദൻ തോട്ടത്തിൽ സായാഹ്നത്തിൽ മാത്രമേ ദൈവം വന്നിരുന്നുള്ളൂ. ബാക്കി സമയത്തൊക്കെ ദൈവം എന്ത് ചെയ്തു? അവരെ ഒറ്റയ്ക്ക് വിട്ടു, കുടുംബജീവിതം നയിച്ചോട്ടെ. അങ്ങനല്ല പ്രിയമുള്ളവർ. നമ്മുടെയൊക്കെ ആളുകളുടെ ചിന്ത, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരുങ്ങി തുപതേൻ്റെ സമയമാകുമ്പം പള്ളി വരുന്ന സമയത്ത് മാത്രം കർത്താവ് കൂടെ, ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ഇഷ്ടാനുസരിച്ച് ജീവിക്കും. അങ്ങനെയല്ലായിരുന്നു. ദൈവം ഏദൻ തോട്ടത്തിൽ അവരെ സൃഷ്ടിച്ചാക്കിയ മുഴുവൻ സമയവും ദൈവം ആരോട് കൂടി ഉണ്ടായിരുന്നു? അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതാ യാഥാർത്ഥ്യം. കാരണം എന്താ? പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന്. ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു പറഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ മുഴുവൻ സമയവും ദൈവം ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഏദൻ തോട്ടത്തിൽ മുഴുവൻ സമയവും ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജീവിത പങ്കാളി അസ്ഥിയാണെന്നും മാംസമാണെന്നും എപ്പോഴും അവന് തോന്നിയത്. തൻ്റെ അസ്ഥിയല്ലെന്നും തൻ്റെ മാംസമല്ലെന്നും തോന്നിയിരുന്നെങ്കിൽ കാലുമടക്കി അടച്ച് ദൂരെ കളഞ്ഞേ അല്ലേ? അങ്ങനെ തോന്നലുണ്ടാകുന്ന കുടുംബജീവിതങ്ങളിലാണ് ദൈവസാന്നിധ്യം ഇല്ല എന്ന തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് അവൻ ഇതാ വിപരീത പ്രകടനങ്ങൾ നടത്താൻ തുടങ്ങുന്നത്. ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ദൈവസാന്നിധ്യം അനുഭവപ്പെടാതിരുന്നത്? പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. എപ്പോഴും ദൈവാനുഭവം ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ധ്യാനത്തിന് നിങ്ങളിരിക്കുകയാണ്. നിങ്ങളിവിടെ ധ്യാനത്തിന് വന്നു. ഇവിടെ പ്രാർത്ഥിപ്പിക്കാനൊന്നും ഇരുത്താതെ രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് കാപ്പി, വൈകുന്നേരത്തെ കടി, ഇത് മാത്രം തന്ന് നിങ്ങളെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവാനുഭവം ഉണ്ടാവുമോ? ഒരനുഭവം ഉണ്ടാകുക എന്ന് വിചാരിച്ച് തൂത്തുട്ടിപ്പള്ളിയിൽ ദൈവമില്ലെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. നിങ്ങളിവിടെ ധ്യാനത്തിനിരിക്കുമ്പോൾ ധ്യാനം കൂടാതെ ചുറ്റുപാട് നടക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ദൈവസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും സമയത്തിൽ അത് അതിശക്തമായിട്ട് അനുഭവപ്പെടുന്നു. പക്ഷേ അപ്പോൾ അപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ദൈവം കൂടെയുണ്ട്. പക്ഷേ നല്ല ചൂടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാനുഭവം തോന്നുമോ? ഇല്ല. എന്ന് പറഞ്ഞ ദൈവം അവരുടെ അടുക്കൽ ഇല്ലെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പം ദൈവം ഇവിടെയെല്ലാം ഉണ്ട്. പക്ഷേ ആദാമിനും ഹവ്വായിക്കും അത് അനുഭവപ്പെട്ടത് എപ്പോഴാ? അവർ ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി സായാഹ്നത്തിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവാനുഭവം ഉണ്ടായത്. അങ്ങനെ ദൈവാനുഭവം ഉണ്ടായപ്പോൾ ദൈവസാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഈ ധ്യാനം എന്ന് പറയുന്നത് അതാണ്. ദൈവസാന്നിധ്യം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതാണ് ധ്യാനാനുഭവം എന്ന് പറയുന്നത്. ദൈവം അപ്പോൾ വരികയല്ല, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ദൈവമാണ് നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് വന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവാനുഭവം തോന്നിയില്ല, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ഇവിടെ വന്ന് വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ, തിരുവചനങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ക്രമേണ ദൈവാനുഭവം നിങ്ങൾക്ക് അനുഭവവേദ്യമായി തുടങ്ങി. ഇനി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാനുഭവം, ദൈവസാന്നിധ്യം നിങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനിടയായിത്തീരും. അപ്പോൾ ഇതാ ഏദൻ തോട്ടത്തിൽ ദൈവം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടു. അവൻ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. എന്താണ്? ദൈവം വരുന്നതിൻ്റെ കാൽപ്പെരുമാറ്റം. എപ്പോഴും ഏദൻ തോട്ടത്തിൽ ദൈവം നടന്നിരുന്നു, പക്ഷേ കാൽപ്പെരുമാറ്റം കേൾക്കാൻ പറ്റുകയില്ലായിരുന്നു. കാരണം എന്താ? അവർ ദൈവത്തിലേക്ക് ദൃഷ്ടി ഉയർത്തിയപ്പോഴാണ് കാൽപ്പെരുമാറ്റം കേൾക്കാൻ തുടങ്ങിയത്. ഇതുപോലെ നമ്മുടെയൊക്കെ കൂടെ ദൈവമുണ്ട്. അവൻ്റെ കാൽപ്പെരുമാറ്റമോ അവൻ്റെ സാന്നിധ്യമോ അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം. അപ്പോൾ എന്തായാലും അവരിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ അടുക്ക വന്നു, അവരോട് സംസാരിച്ചു. അവർ കൂടുതൽ ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞു. വീണ്ടും പുതിയ ദിവസങ്ങളുണ്ടായി.
അങ്ങനെ അവരുടെ ജീവിതം ഒത്തിരി സന്തോഷവും സമാധാനവുമുള്ള ജീവിതമായി, പങ്കുവെക്കുന്ന ജീവിതമായി, ദൈവസ്വരം കേൾക്കുന്ന ജീവിതമായി മുന്നോട്ട് പോയതുകൊണ്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോയി, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോയി. ഇത് ആദാമിന് കിട്ടിയിരിക്കുന്ന ഒത്തിരിയേറെ കഴിവുകൾ. അവൻ നോക്കുമ്പോൾ ഹവ്വായിക്ക് പല കഴിവുകളും ഇല്ല. അവൻ പറഞ്ഞു, എടി സാരമില്ല, നിനക്കില്ലേലെന്നാ, എനിക്ക് ദൈവം തന്നിട്ടില്ലേ, നമുക്കത് പങ്കുവെക്കാം. ചിലപ്പോൾ ആദാമും ഹവ്വായും കൂടെ നടന്നു പോയ സമയത്ത് ഇതാ വലിയൊരു തോട് ആദാം എടുത്തൊരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു അപ്പുറത്ത്, തോടിൻ്റെ അപ്പുറത്ത് നിന്ന്. എന്നിട്ട് ഹവ്വായോട് പറഞ്ഞു, നീയും ചാടിക്കോ. ഉടനെ ഹവ്വ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഉടനെ ആദാം ചോദിച്ചു കാണും, എന്നാ എന്നെക്കൊണ്ട് പറ്റാത്തത്? എന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്ന്. അപ്പോൾ ആദാം പറഞ്ഞു, എടി നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ കയ്യെ പിടിക്കാം എന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടിക്കൊടുത്തു. കയ്യെ പിടിച്ചുകൊണ്ട് ഹവ്വ ഒരു ചാട്ടം ചാടിയപ്പോൾ ആദാം ചാടിയതുപോലെ തന്നെ ആർക്കും ചാടാൻ പറ്റി? ഹവ്വായ്ക്കും ചാടും. ഓക്കെ ആയി. എന്നാൽ ദൈവം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതി എന്താ? ഞാൻ ചാടി, സൗകര്യം ഉണ്ടെങ്കിൽ നീയും ചാടിക്കോണം, ചാടാൻ പറ്റാത്തവൾ എൻ്റെ കൂടെ വേണ്ട. ഈ നിലപാട് ഇതാണ് ഇന്ന് കുടുംബജീവിതത്തിൻ്റെ നിലപാട്. ഞാൻ ചാടി, നീയും ചാടിക്കോണം. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നീയും സംസാരിച്ചോണം. ഞാൻ പണം സമ്പാദിക്കുന്നുണ്ട്, നീയും സമ്പാദിച്ചോണം. ഇങ്ങനെ എല്ലാത്തിനും കുറ്റപ്പെടുത്തലുകളുടെയും പഴിയുടെ അവസ്ഥയാണ് ഇന്ന്. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. തനിക്കുള്ള കഴിവ് ആദാം തൻ്റെ ഹവ്വായ്ക്ക് വേണ്ടി പങ്കുവച്ചു. അതുപോലെ ആദാമിന് തലവേദനയായിട്ടിരിക്കുമ്പോഴായിരിക്കാം ഹവ്വ എന്ത് ചെയ്യുന്നത്? ഒരു ഇച്ചിരി വിക്സൊക്കെ പുരട്ടി കൊടുത്തു. ഇതാ, നിങ്ങൾക്ക് തലവേദനയാണെങ്കിൽ ഞാൻ വിളിക്കാം, സാരമില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം, ഞാനിന്ന് കൃഷിപ്പണിക്ക് പോകാം. ഹവ്വ തൻ്റെ ഉള്ള കഴിവ് വെച്ച് ആദാമിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അപ്പം ആദാം ചിന്തിച്ചു, ദൈവമേ, എനിക്കില്ലാത്ത അവൾക്ക് തലവേദനയും രോഗമായിട്ട് കിടന്നപ്പം സാരമില്ലടി പോട്ടെന്നൊന്ന് പറയാനായിട്ട് എൻ്റെ നാക്കങ്ങോട്ട് വഴങ്ങിയില്ല. പക്ഷേ എനിക്ക് രോഗം വന്നപ്പോൾ എന്തുമാത്രം നന്നായി എന്നെ പരിപാലിക്കാൻ അവൾ കഴിയും. ഇവൾ എനിക്ക് വിലപ്പെട്ടവളാണ്, ഇവനെനിക്ക് വിലപ്പെട്ടവളാണ്, എനിക്കിവൾ ആവശ്യമാണ്. കണ്ടോ, തൻ്റെ ജീവിതത്തിലെ എല്ലാ കഴിവുകേടുകളിലും തന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ജീവിത പങ്കാളി എന്ന് തോന്നിയത് കൊണ്ട് ഒരാവശ്യ ഘടകമായി മാറി അവൾ. ഇന്ന് തൻ്റെ ജീവിത പങ്കാളി തനിക്കൊരാവശ്യ ഘടകമായി പലർക്കും മാറുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ സ്നേഹത്തിൻ്റെ അഭിഷേകമുള്ളിടത്ത് മാത്രമേ ഇതാ തൻ്റെ കഴിവുകേടുകളും ദൈവതിരുസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അവരുടെ സഹായം തേടാനും, അതുപോലെ തമക്കുള്ള കഴിവുകൾ അവരുടെ കഴിവുകേടുകളിൽ പങ്കുവെച്ചു കൊടുക്കാനും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ടാകണം. ഇതല്ലേ ആദിമ നൂറ്റാണ്ടിൽ നടന്നത്? അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പങ്കുവച്ചു. അവർ ഒറ്റ കൂട്ടായ്മയായിരുന്നു. തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ പങ്കുവച്ചു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം സമ്പത്തുണ്ടായിരുന്നവർ തങ്ങളുടെ വസ്തുക്കൾ വിറ്റ് ആവശ്യാനുസരണം മറ്റുള്ളവർക്ക് കൊടുത്തു. ഇതാണ് ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കൂട്ടായ്മയിൽ നടക്കുന്നത്. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിൽ നടക്കേണ്ടത്. ഇത് തന്നെയാണ് കുടുംബജീവിതത്തിൽ നടക്കേണ്ടത്. തൻ്റെ ജീവിത പങ്കാളിക്കുള്ള കുറവുകൾ എനിക്കുള്ളത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ പങ്കുവെക്കണം. അങ്ങനെയെങ്കിൽ പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ് കുടുംബ ജീവിതം. പങ്കുവെക്കപ്പെടാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഭർത്താവിന് 10 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. കുടുംബജീവിതം എന്തിനാണ്? പങ്കുവെക്കപ്പെടാൻ വേണ്ടിയുള്ള കുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ 10 ഏക്കർ തോട്ടം ഉണ്ടെങ്കിൽ ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ആരുടെ ആയിരിക്കണം? കുടുംബജീവിതം എന്തിനു സ്ഥാപിച്ചിരിക്കുന്ന? പങ്കുവെക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ളതല്ല പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് 10 ഏക്കർ തോട്ടമുണ്ട്, നമ്മൾ ആർക്ക് പങ്കുവെച്ച് കൊടുക്കണം? ഭാര്യയ്ക്ക് പങ്കുവെച്ച് കൊടുക്കണം. ഭാര്യയ്ക്ക് 100 പവൻ്റെ സ്വർണവും കിട്ടിക്കൊണ്ടാണ് വന്നത്. ഇതാ കുടുംബജീവിതം പരിശുദ്ധാത്മ അഭിഷേകമുള്ളതാണെങ്കിൽ ആർക്ക് പങ്കുവെച്ച് കൊടുക്കണം? ഭർത്താവിന്. ഇത് നമ്മളിങ്ങനെ പറയും, എൻ്റെ സ്വർണം ഞാൻ ആർക്കും കൊടുക്കുക. ഭർത്താവ് പറയും, എൻ്റെ അപ്പം കണ്ട സ്വത്ത് നിനക്ക് അനുഭവിക്കാനുള്ളതല്ല. ഈ ഒരു നിലപാടുള്ളിലുണ്ട്. ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭർത്താവിന് കുറേ ബലഹീനതയുണ്ട്. ആർക്ക് പങ്കുവെച്ച് കൊടുക്കണം? ഭാര്യയ്ക്ക്. ഭാര്യയ്ക്ക് കുറച്ച് ബലഹീനതയുണ്ട്. ആര് പങ്കുവെച്ച് മേടിക്കണം? ഭർത്താവ്. അങ്ങനെങ്കിൽ തൻ്റെ ബലഹീനതകളും പോരായ്മകളും പങ്കുവെക്കപ്പെടാൻ വേണ്ടിയാണ് കുടുംബജീവിതം സ്ഥാപിച്ചിരിക്കുന്നത്.
അപ്പോൾ മറ്റൊരുത്തൻ്റെ ബലഹീനത താങ്ങുക, ചുമക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു സംഭവമൊന്നുമല്ല, അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും ഒരു ചുമടുണ്ടായിരിക്കും, എന്നും ഒരു ചുമടുണ്ടായിരിക്കും. ചില ആളുകൾ ധ്യാനം കൂടുന്നത് ഈ ചുമട് ഇറങ്ങാൻ വേണ്ടിയാണ്. കുടുംബജീവിതത്തിൽ മൊത്തം ഭാരമാണ്. ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ, ഭർത്താവിൻ്റെ പെരുമാറ്റങ്ങൾ, ഭർത്താവിൻ്റെ സംസാരങ്ങൾ, ഭർത്താവിൻ്റെ ജീവിത ശൈലികൾ എനിക്കൊട്ടും പിടിക്കുന്നില്ല. അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ധ്യാനം കൂടുന്നത്. മാറുമോ? ഒരു കാലത്ത് മാറുകയില്ല പ്രിയമുള്ളവർ. ഇനി ഭർത്താവിൻ്റേതൊക്കെ ഒരുപക്ഷെ കാലക്രമേണ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞെന്ന് വിചാരിച്ചു, ഉടനെ പുതിയ ഭാരങ്ങൾ വരും. ആരുടേത്? മക്കളുടെ ഭാരങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മ ജീവിതത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണോ? ദൈവത്വത്തിലേക്ക് വളരാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണോ? നിത്യജീവൻ പ്രാപിക്കാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണോ? മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ കുരിശോ നിങ്ങളുടെ ഭാരങ്ങളോ ഒരിക്കലും അവസാനിക്കുകയില്ല. അതിനുവേണ്ടി ഇതാ ഡിസൈൻ ചെയ്ത ഒരു ധ്യാനവും ഈ ഭൂമിയിലില്ല. ചിലരൊക്കെ ഭാരം തീരാൻ വേണ്ടിയാണ് വരുന്നത്. ഇതാ നിങ്ങളിവിടെ ഇരുന്ന് ഭാരം കുറഞ്ഞ് ഇതാ വളരെ സുഖമായിട്ടിരുന്ന് ചിലർ പറയാറുണ്ട്, ധ്യാനം കൂടുമ്പോൾ ആ ഭാരം എല്ലാം അങ്ങ് പോയി. വളരെ സമാധാനം, വളരെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളിവിടെ ഭാരം കുറഞ്ഞിരിക്കുമ്പോൾ അത്രയും സമയം നിങ്ങളുടെ ഭാരം വേറെ ആരെങ്കിലും ചുമക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും ചുമക്കുന്നുണ്ട്. സത്യത്തിൽ ധ്യാനങ്ങൾ ആരംഭിച്ച കാലത്ത് ആദ്യമായിട്ട് ധ്യാനം തുടങ്ങി, പ്രത്യേകിച്ച് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയൊന്നും ഇല്ലാതെയാണ് ധ്യാനങ്ങൾ ആരംഭിച്ചത്. ധ്യാനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഇതാ ധ്യാനം നടത്തുന്നവർക്കെല്ലാം വലിയ ഭാരങ്ങൾ, വലിയ പ്രയാസങ്ങൾ. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴാണ് മനസ്സിലായത്, എന്താണ്, ഒരു സമൂഹം ദൈവവചനം കേട്ട് ഭാരങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം പലതരത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നു. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ആത്മീയ ഗുരുക്കന്മാരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, ആ ഭാരം ചുമന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാരം പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അപ്പോഴാണ് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചത്. മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ കുടുംബജീവിതത്തിൽ എന്ത് വേണം? മധ്യസ്ഥ പ്രാർത്ഥന വേണം. എന്തിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന? സഹജീവിയുടെ ഭാരം ചുമക്കാൻ കൃപ കിട്ടാൻ വേണ്ടി ജീവിത പങ്കാളി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിലാണ് താങ്ങാൻ പറ്റാത്തത്. അപ്പോൾ ജീവിത പങ്കാളിയുടെ ഭാരങ്ങൾ ചുമക്കാനുള്ള കൃപ കിട്ടാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താത്ത ഒരു വ്യക്തിക്കും, പ്രാർത്ഥിക്കാത്ത ഒരു ജീവിത പങ്കാളിക്കും, ഒരു കുടുംബ ജീവിതക്കാർക്കും തങ്ങളുടെ ജീവിതം നന്നായി കൊണ്ടുപോകാനാവില്ല. നമ്മൾ മനസ്സിലാക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രൈസ്തവ കുടുംബജീവിതം നയിക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടി ഇതാ അത് വഹിച്ചുകൊണ്ട് ദൈവമേ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവരവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ദൈവമേ ഞങ്ങളുടെ വെറുപ്പ്, ഞങ്ങളുടെ വിദ്വേഷം, ഞങ്ങളുടെ വൈരാഗ്യം എല്ലാം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അറിയാതെ തോന്നുക, നിങ്ങളുടെ ഭാരമെല്ലാം മാറി, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറി. ഒരു സമൂഹം നിങ്ങൾക്ക് വേണ്ടി ആ ഭാരം ചുമക്കുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവർ തങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആ ഭാരം നമുക്ക് അനുഭവപ്പെടുന്നില്ല. നിങ്ങളുടെ ഭാരം ക്രമേണ നീങ്ങുന്നു. നിങ്ങൾക്ക് പശ്ചാത്തപിക്കണമെന്ന് തോന്നുന്നു, പശ്ചാത്തപിക്കുന്നു. കുമ്പസാരിക്കണമെന്ന് തോന്നുന്നു, കുമ്പസാരിക്കാൻ പറ്റുന്നു. ശാന്തമായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇതാ നിങ്ങൾ വീട്ടിലിരുന്നപ്പോൾ എന്താണ്, രാവിലെ ഇങ്ങനെ ശാലോം ടെലിവിഷനും ഓണാക്കി വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനിടയിൽ നല്ല പ്രസംഗമായിരിക്കാം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ജോലിക്ക് പോകേണ്ടി വരും. ആ സമയത്തെ പ്രസംഗങ്ങളൊന്നും ചിലപ്പോൾ കേൾക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോകേണ്ടി വരും. ആ സമയത്തൊരു നല്ല പ്രസംഗം കൊണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റുകയില്ല. രാവിലെ മുതലിരുന്ന് കേൾക്കാൻ പറ്റുകയില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേ ആളുകൾ വന്ന് സൗജന്യമായി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. കുറേ ആളുകൾ നിങ്ങളുടെ മുറി വൃത്തിയാക്കുന്നു. കണ്ടോ, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം വേറൊരു സമൂഹം വഹിക്കുന്നത് കൊണ്ട് നിങ്ങളെന്താണ്, വളരെ ശാന്തവും സ്വതന്ത്രമായിരുന്ന് ജീവിക്കുന്നു. അപ്പോൾ പല ആളുകൾക്കൊരു തോന്നൽ, എല്ലാ മാസവും ഇതാ ധ്യാനത്തിന് പോരുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാ മാസവും ധ്യാനത്തിന് പോരുന്നത് നല്ലതാണ്. കാരണം വളരെ ശാന്തമായി ഇവിടെ ഇരിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. സ്വസ്ഥതയും സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന പോലെ ഒരു അനുഭവമാണ് തിരുവചനം കേൾക്കാനും ധ്യാനിക്കാനുമുള്ള അനുഭവം. എന്തിനാണ്? നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങി
മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കാൻ വേണ്ടിയുള്ള പരിശീലനം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാരമില്ലാത്ത ഒരു ജീവിതമായി നിങ്ങളാരും കാണരുത്. മറിച്ച് ഭാരം ചുമക്കാൻ വേണ്ടി ഞാൻ സ്വയം ക്രിസ്തുവിനെ പോലെ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമായി കുടുംബജീവിതത്തെ നമ്മൾ കാണണം. കുടുംബജീവിതത്തെ കാണണം. ഇനി ക്രിസ്തു നമുക്കറിയാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സുഖിക്കാൻ വേണ്ടിയാണോ? അല്ല. മറിച്ച് എന്താണ്? ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം തോളിൽ വഹിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ അയക്കപ്പെടുന്ന ആരെ പോലെയാണ്? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനെ പോലെ ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങളെ അയച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ പാപങ്ങൾക്കും ഭാരങ്ങൾക്കും ബലഹീനതകൾക്കും വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം ഒരു ബലി ജീവിതമാണെന്ന് നമ്മൾ മറക്കരുത്. എന്താണ്? കുടുംബജീവിതം ഒരു ബലി ജീവിതമാണ്. ബലി ജീവിതം. ബലിയുടെ പ്രത്യേകത എന്താ? ബലി അർപ്പിക്കുന്ന സമയത്ത് ഒരു ബലിവസ്തു തീർച്ചയായും ഉണ്ടായിരിക്കണം. എന്തുണ്ടാവണം? ബലിവസ്തു ഉണ്ടാകണം. പിന്നെ ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതനും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ആരാ? കുടുംബനാഥനാണ്. അതുകൊണ്ടല്ലേ മണവാളിനെ ആരുടെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്? വിവാഹ സമയത്ത് യേശുവിൻ്റെ സ്ഥാനത്ത്. മണവാട്ടി ആരുടെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്? സഭയുടെ സ്ഥാനത്ത്. ചുരുക്കി പറഞ്ഞാൽ, ജീവിത പങ്കാളിക്ക് വേണ്ടി നീ കുറെ സഹിക്കേണ്ടി വരുമെന്ന് ഈ ശുശ്രൂഷയിലൂടെ സഭ നിന്നോട് പ്രഖ്യാപിക്കുക. സത്യത്തിൽ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് മണവാളിനെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ ആന്തരിക തലങ്ങളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഇതാണ്. എന്താണ്? നീ കുറെ അനുഭവിക്കേണ്ടി വരും. ഇതാ പറയുന്നത്. ഇവളെ കൊണ്ട് നീ ചിലപ്പോൾ കുറെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ സന്തോഷവും ഈ ചിരിയൊക്കെ ചിലപ്പോൾ നാളെ കാണണമെന്ന് നിർബന്ധം ഇല്ല. സഹിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സഹിക്കാൻ പറ്റും. യേശു പോലും ചിരിച്ചുകൊണ്ടല്ലോ സഹിച്ചത്. പ്രിയമുള്ളവരെ, ഗത്സമന തോട്ടത്തിൽ യേശു ക്രിസ്തു എന്തും വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അല്ല. അവൻ്റെ ആ ഭാരങ്ങൾ വഹിക്കാൻ വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഭാരങ്ങൾ വഹിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ആ പ്രാർത്ഥനയിലൂടെ ഭാരം വഹിക്കാനുള്ള ശക്തി അവൻ നേടിയത്. ആ പ്രാർത്ഥനാ സമയത്ത് അവൻ്റെ ശരീരത്തിൽ നിന്ന്, ഇതാ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരല്ല വന്നത്, മറിച്ച് എന്താ വന്നത്? രക്തമാണ് വന്നത്. രക്തം വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? കണ്ണുനീര് വറ്റിയെന്ന അർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലരൊക്കെ പശുവിനെ കറക്കാറുണ്ട്. പശുവിനെ കറന്ന് അവസാനം എന്ത് പറ്റും? പാല് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ വരും? പിന്നെയും പിടിച്ച് ഞെക്കി കറന്നാൽ പാലിന് പകരം രക്തം വരും. അങ്ങനെയെങ്കിൽ ഓർക്കണം, യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ ആ കല്ലെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പം അവൻ്റെ വിയർപ്പ് ഒഴുകി തീർന്നു. അവസാനം വിയർപ്പ് തുള്ളികളുടെ സ്ഥാനത്ത് രക്തം കുമിഞ്ഞു വന്നു. അവൻ്റെ കണ്ണുനീര് പെയ്തു തീർന്നു. അവസാനം അവൻ്റെ കണ്ണുകളിൽ നിന്ന് രക്തം ഒലിക്കാൻ തുടങ്ങി. ഇതാ അതിനർത്ഥം. എന്നൊക്കെ പല സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ നിന്നും രൂപങ്ങളിൽ നിന്നുമൊക്കെ രക്തം വന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടാൽ ഉടനെ ആളുകൾ അങ്ങോട്ട് ഓടും. ഒരു ബ്ലേഡും കൂടെ കൊണ്ടുപോകാറുണ്ട്. എന്തിനാണ്? ഇത് ചിരണ്ടി എടുത്തുകൊണ്ട് പോരാനായിട്ട്. ഏതെങ്കിലും വീട്ടിൽ വെച്ചാണ് ഇത് വന്നതെങ്കിൽ ഉടനെ തന്നെ പള്ളി ഭാരവാഹികൾ അങ്ങോട്ട് ഓടും. എന്താണ്? എത്രയും പെട്ടെന്ന് പള്ളി കൊണ്ടുവെക്കാൻ. കാരണം എന്താ? ആ രക്തം വീഴുമ്പോഴാണല്ലോ കാശ് വീഴാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുമായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ പള്ളിയിലോട്ട് കൊണ്ടുവന്നിടത്തൊന്നും പിന്നെ രക്തം ഉണ്ടായില്ല. അങ്ങനെയും ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഞാൻ പറഞ്ഞു വന്ന ഇതാ ഇതുപോലെ രക്തങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് എൻ്റെ കണ്ണീര് പറ്റിയെന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് എൻ്റെ കണ്ണീര് പറ്റിയെന്ന് അതിനർത്ഥം. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ കണ്ണുനീര് വന്നെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? രക്തം വന്നെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് എൻ്റെ കണ്ണീര് പറ്റി കേട്ടോ. സഭയോട് പറയുന്നതാ. സഭയിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ സഭയോട്
നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ദൈവത്തിൻ്റെ മകനാക്കി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണുനീര് തീർന്നു കേട്ടോ എന്ന അതിനർത്ഥം. പ്രിയമുള്ളവരെ, ഇനി ബാക്കിയുള്ളത് എൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. അതാ ദൈവം പറയുന്നു, ഇനി ഈ ജീവനും കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി. അതുകൊണ്ട് നിന്നെ എനിക്ക് വേണം. നിന്റെ കണ്ണുനീര് എനിക്ക് പകരം ഈ സഭയ്ക്ക് വേണ്ടി ഒഴുകണം. നിന്റെ വിലാപങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി ഒഴുകണമെന്നാണ്. ഇത്തരം ദർശനങ്ങളുടെയും അതുപോലെ ഇത്തരം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയൊക്കെ പിന്നിലെ അർത്ഥം ഇതൊക്കെയാണ്. പക്ഷേ പലപ്പോഴും അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഗെത്സമനായ യേശു രക്തം വാർന്നൊലിച്ച് പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടിയാ? സഭയുടെ, തൻ്റെ മണവാട്ടിയുടെ ജീവിതത്തിലെ കുറവ് നികത്താൻ, ഭാരങ്ങൾ നീക്കാൻ, പാപങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ജീവൻ കൂടെ ഒഴുകിയിറങ്ങാണ് പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശ് മരണത്തോടൊപ്പം തന്നെ മർമ്മപ്രധാനമാണ് ഗെത്സമന പ്രാർത്ഥന. ഗെത്സമന പ്രാർത്ഥന നടത്തുന്നവന് മാത്രമേ കാൽവറിയിൽ വിജയിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അവൻ കാൽവറി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഇന്ന് കുടുംബജീവിതങ്ങളുടെ കാൽവറി ബലികൾ പൂർണ്ണമാകുന്നില്ല. അതിനു മുമ്പേ തകരുകയാണ് ആ കുടുംബജീവിതം. കാരണം എന്താ? ഗെത്സമന നടക്കുന്നില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഇതാ ഗെത്സമന പ്രാർത്ഥന നടത്താൻ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും കുറവുകളും പോരായ്മകളും ഉൾക്കൊണ്ട് അത് തോളിൽ വഹിച്ച് ആ കുറവുകൾ നികത്താൻ വേണ്ടി ജീവൻ കൊടുത്ത് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ ഉപവസിക്കേണ്ടപ്പോൾ ഉപവസിക്കണം, വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കണം, ബുധനാഴ്ച ദിവസം ഉപവസിക്കണം, സഭ കൽപ്പിച്ചിട്ടുള്ള നോമ്പുകൾ എടുക്കണം, പ്രാർത്ഥനകൾ നടത്തണം. ശുദ്ധമായ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു കുടുംബത്തെ താങ്ങി പോറ്റി വളർത്താൻ ആവൂ. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഓർക്കുന്നത് എന്താണ്? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, വെറുതെ ഒരു ജീവിതം, ഇച്ചിരി പണമൊക്കെ ഉണ്ട്, അത് ആസ്വദിച്ച് ഇങ്ങനെ ജീവിക്കും. അവസാനം ഈ ജീവിതം പൊളിയുകയാണ്. സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട് പൊളിയുകയാണ്. മക്കളുടെ കാലം വരുമ്പം തീർന്നു പോവുകയാണ് ആ ജീവിതമൊക്കെ. സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, കൂട്ടായ്മ അനുഭവമില്ലാത്ത ജീവിതം. അതുകൊണ്ട് കൂട്ടായ്മയുടെ ബന്ധം നിലനിൽക്കാത്തതുകൊണ്ട് എന്താ? മക്കള് വളർന്നു വന്നു കഴിയുമ്പം അവൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് അവൻ പോകും. മകൾ വളർന്നു വന്നു കഴിയുമ്പം അവളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് അവളും പോകും. പിന്നെ മാതാപിതാക്കന്മാർ അവരുടെ ഇഷ്ടത്തിന് അവരും ജീവിക്കും. ഇങ്ങനെ കൂട്ടായ്മകൾ തകരുകയാണ്. ഇതുവഴി ദൈവം, കുടുംബജീവിതം സ്ഥാപിച്ച ദൈവത്തെ പരാജയപ്പെടുത്തുകയാണ് നമ്മൾ. നിങ്ങളെക്കുറിച്ച്, ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങൾ കുടുംബജീവിതം സ്ഥാപിച്ച് ആ കുടുംബജീവിതത്തിലൂടെ ഈ യേശുക്രിസ്തുവിനെ പോലെ ദൈവ സ്വഭാവത്തിൽ വളർന്ന് ഇതാ ദൈവപുത്രന്മാർക്ക് ജന്മം നൽകി ഒരു ബലിയായി തീർന്ന് അവസാനം ഇതാ യേശുക്രിസ്തുവിനെ പോലെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ മാലാഖമാർ കാത്തിരിക്കുകയാണ് അവാർഡ് തരാൻ. എന്നാൽ പലപ്പോഴും ജീവിതം തകരുകയല്ലേ, തീരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം, എൻ്റെ കുടുംബജീവിതം ഒരു ബലിയാണ്. ആ ബലിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പുരോഹിതനും ബലിവസ്തുവും ഞാനാണ്. എന്തിനു വേണ്ടി? എൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതകളുടെയും വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും സങ്കടങ്ങളുടെയും മുറിവുകളുടെ മേഖലയിൽ അവളെ താങ്ങാൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു സൗഖ്യദായകനാണ് ഒരു ജീവിത പങ്കാളി. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, അവൻ പാപമോചനം കൊടുക്കേണ്ടിടത്ത് അവൻ പാപവിമോചകനായി തീർന്നു. വ്യഭിചാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് വന്നത് നമ്മൾ ഓർക്കണം. വന്നപ്പോൾ എന്താ ചെയ്തത്? അവൻ നിലത്ത് കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്നു. എല്ലാവരും അവളെ കുറ്റം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഓർക്കണം. നിങ്ങളിൽ ആരെങ്കിലും പാപമില്ലാത്തവനുണ്ടോ? എറിഞ്ഞു. ഞാനെറിയുന്നില്ല. കണ്ടോ, ഞാനെറിയുന്നില്ല. അവസാനം എല്ലാവരും വിട്ടിട്ട് പോയപ്പോൾ ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും വിധിക്കുന്നില്ല. നീ ഇനി പാപം ചെയ്യാതിരുന്നാൽ മതി. ഒരു ജീവിത പങ്കാളിയോട് അവളുടെ ബലഹീനതയിൽ ഈ നിലപാടെടുക്കാൻ കഴിയുന്ന ഭർത്താവ്, അവനാണ് യഥാർത്ഥ ഭർത്താവ്. തൻ്റെ ജീവിത പങ്കാളിയുടെ വീഴ്ചകളിലും പരാജയങ്ങളിലും ഈ നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു ജീവിത പങ്കാളിയായി മാറാൻ ഇതാ നമുക്ക് കഴിയണം. അവിടെയാണ് കുടുംബജീവിതം വിജയിക്കുന്ന പ്രിയമുള്ളവർ. അതുകൊണ്ട് ഇതാ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
അതൊരു ബലിയാണെന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം ഒരു ബലിവേദിയാണ്. കുടുംബജീവിതം ഒരു ബലിവേദിയാണ്. ആ ബലിവേദിയിലേക്ക് പ്രവേശിച്ചവരും പ്രവേശിക്കാനിരിക്കുന്നവരുമായ പലരും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം ലോകം നൽകിയ സ്വപ്നമാകരുത്. ഒരുപക്ഷെ ചില വാരികയ്ക്കകത്തോ ചില സിനിമയ്ക്കകത്തോ പറയുന്ന രീതിയിലാണ് കുടുംബജീവിതമെന്ന് ചിന്തിക്കരുത്. നമുക്കറിയാം, പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ വാർത്തകൾ വായിക്കുമ്പോൾ കാണാറുണ്ട്, സിനിമയിൽ നല്ല കുടുംബജീവിതം അഭിനയിച്ച് കാണിച്ച പലരുടെയും അവരുടെ വ്യക്തിഗത കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള കേസുകളും പരാമർശങ്ങളും പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട്. അവിടെയൊന്നും അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അഭിനയമല്ല കുടുംബജീവിതമെന്ന് മനസ്സിലാക്കണം. ഇത് ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ വിജയിക്കണമെങ്കിൽ, ആ ബലി പൂർത്തിയാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഒരു വില കൊടുക്കണം. അതിനുവേണ്ടി ഒരു വില കൊടുക്കണം. അത് എൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളുമാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, കുടുംബജീവിതമെന്ന ബലിവേദിയിൽ എൻ്റെ ജീവിതം ഒരു യാഗമായി അർപ്പിക്കപ്പെടും. ഒരു സ്ത്രീ ഓർക്കണം, ഇതാ എൻ്റെ ഭർത്താവുമായി ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിത ബലിവേദിയിൽ എൻ്റെ ജീവിതം ഒരു യാഗമാണ്. ഇനി ഓർക്കുക, ഒരു ബലിവേദിയിൽ ഒരു ബലി സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം എന്താണ്? ഏലിയാവ് ബലി അർപ്പിച്ചു. ബലി സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം എന്താണ്? ഇതാ ബലിവസ്തുവിൻ്റെ മേൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് ബലിവസ്തു കത്തി. അങ്ങനെയെങ്കിൽ ഒരു കുടുംബജീവിതം ദൈവം സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളം എന്താ? ദൈവസ്നേഹത്തിൻ്റെ അഗ്നി. നിങ്ങളുടെ സഹനങ്ങളും നിങ്ങളുടെ ത്യാഗങ്ങളും നിങ്ങളുടെ കഷ്ടപ്പാടുകളും കണ്ട് ഇതാ ആ ബലിയിൽ നിങ്ങൾ ഞെരിഞ്ഞമരുമ്പോൾ, നിങ്ങളുടെ രക്തം വേർപ്പായി തീരുമ്പോൾ, ഇതാ ആ ബലിവേദിയിൽ പ്രസാദിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തെ അഭിഷേകം ചെയ്യും. ആ അഭിഷേകമാണ് നിങ്ങളുടെ മക്കളുടെ മുഖത്ത് പ്രകാശിക്കേണ്ടത്. ഇന്ന് മക്കളുടെയൊക്കെ മുഖം ഇരുണ്ടിരിക്കുക. കാരണം എന്താ? അഭിഷേകമില്ല. കാരണം അപ്പനും അമ്മയ്ക്കും അകത്തൊന്നും ഇല്ല. കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല പ്രിയമുള്ളവരെ, ഇത് ഈ തലമുറയിലെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇതാ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ അഭിഷേകമില്ലാത്ത അവസ്ഥയാണ് എങ്ങോട്ട് വന്നിരിക്കുന്നത്? കുഞ്ഞുങ്ങളിലേക്ക് വന്നു. അതുകൊണ്ട് തലമുറകൾക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കന്മാർ എന്ത് ചെയ്യണം? അഭിഷേകമുള്ള ബലിവസ്തുക്കളായി തീരണം പ്രിയമുള്ളൂ. അല്ലാത്തടത്തൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതാ തിരിച്ചറിയുക, എൻ്റെ ജീവിതം ഒരു കൊച്ചു ബലിവസ്തുവാണ്.